അതെന്താ? അച്ഛനും ഉണ്ടല്ലോ. ഇതാരെന്ന്? ഇപ്പേ. അമ്മൂനോ? ഇതെന്തിനാ? എന്ത് മിഠായിയാ വാങ്ങിക്കുക? ആരെന്റെ മേക്കപ്പ് ചെയ്തെന്ന്? മുടിയോ? സുന്ദരിയായിട്ടുണ്ടല്ലോ. ലിപ്സ്റ്റിക് ഇട്ടാ മനുഷ്യന? ഇതെന്ത് തലയില്? ആ പൂവൊക്കെ വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ച മുട്ടിയൊക്കെ കുത്തിണ്ടല്ലോ. ആര്യ? അമൽഷാന? അമൽഷാൻ മേക്കപ്പ് മാൻ ആവുമോ? അമൽഷാൻ അന്നെ മേക്കപ്പ് ചെയ്തിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. എന്നിട്ട് എന്താ വാങ്ങിക്കുക 20 രൂപക്ക്? എൻ്റെ 20, അമലുവിൻ്റെ കയ്യിലോ? അപ്പൊ രണ്ടും കൂടി കൂട്ടി എത്ര രൂപ ഉണ്ടാവും? 30 പിന്നെ ആലോചിച്ച് നോക്ക്. രണ്ടും എത്ര? ആ രണ്ടും എത്ര? 40. അയ്യേ, അൽഷാന അറിയില്ല. 20 40 അല്ലേ? അച്ഛനായിട്ട് അറിയാൻ പറ്റുമോ? ഇത് ഒറ്റ ടീച്ചർ 20+20+ ആണ്. എന്നാ അപ്പാനോട് പറഞ്ഞില്ലേ പോവാന്ന്? അഞ്ഞി പറയണ്ട, നമുക്ക് പോവാം. അപ്പൊ കടയിൽ പോയി വാങ്ങിക്കാം അല്ലേ? ആ, എന്താ വാങ്ങിക്ക? കളയരുതിട്ടാ. അമലു അവിടെ നിക്ക്. 10ന്റെ ലേസ് വാങ്ങിക്കുന്നതിലും ലാഭല്ലേ 1 രൂപയുടെ 20 മിഠായി വാങ്ങിക്കണേ. 2 പൊടി മിഠായി എനിക്ക് വേണ്ടിയുള്ളൂ. എന്നാ ആ പൈസ ഉണ്ട് തന്നാളെ, ഈ പൈസ തരാം. ഇതിട്ട് 2 പൊടി മിഠായി ഇട്ടു. ഇതിട്ട് 3 പൊടി മിഠായി ഇട്ടു. അതുണ്ടാട്ട് ഡി കളത്തിടാട്രി. 3 പൊടി മിഠായി ഇട്ടു. ഓക്കെ. ഗുളിക മിഠായിയാ? പൈസ കളയല്ലേ ടച്ചു. ഈ 1 രൂപയും 2 രൂപയും കൂട്ടി എത്ര? 1ഉം 2ഉം കൂട്ടിയാലെത്ര? 1 2 1 പിന്നെ ഒരു 2 കൂടി കൂട്ടിയാൽ എത്ര? 14. അയ്യോ അയ്യേ അല്ല, 1ഉം 2. 1+2 എത്ര? ഇടേ, നോർമൽ ക്വസ്റ്റ്യൻ ആണ്, വല്ലാതെ ചിന്തിക്കല്ലേ. കയ്യിൽ 1 എടുത്തേ. അങ്ങനെയല്ല, വിരലിൽ 1 എടുക്ക്. വിരലിൽ ഇനി ഒരു 2 കൂടി എടുത്തേ. ആ 1 കൂടാതെ 2 എടുക്ക്. അപ്പൊ എത്ര ഉണ്ട്? അത്രയല്ലേ ഉള്ളൂ. അയ്യേ, മാത്സ് പോലും അറിയില്ല. അബാക്കസ് ടീച്ചറിന്റെ മോളാ അത്ര. മോളല്ല, മക്കള്. ഉത്തരം തെറ്റി പറഞ്ഞ പൈസ ഞാൻ തിരിച്ചു വാങ്ങിക്കട്ടെ? തരണം. എൻ്റെ അപ്പ തന്ന പൈസയാണ്. ആലോചിക്കട്ടെ. അമൽഷാനെ, എൻ്റെ അപ്പ തന്ന പൈസയാണ്. അമൽഷാനെ, അത് ഇനിപ്പ തന്ന പൈസ. എനിക്ക് മിഠായി വേണമെങ്കിൽ എൻ്റെ അപ്പാനോട് ചോദിച്ചോ കേട്ടാ. എന്ത് ധാരണ? അത് എൻ്റെ അപ്പ തന്ന പൈസ. അപ്പൊ എനിക്ക് വേണം അല്ലേ അച്ചോ? അയ്യടാ, നടക്ക്. നേരെ നടന്ന കൊറേ ദൂരണ്ട്. നടക്കാണ്ടല്ലേ. വാ.
വെള്ളമൊക്കെ പോയില്ലേ. ഓടണ്ട മൽശാനെ. കൈ പിടിച്ചോ, കാക്കാൻ്റെ കൈ പിടിച്ചോ. മെല്ലെ പോയാൽ മതി. എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നേ? നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിയില്ലല്ലേ? ഈ കടയിൽ നിന്ന് വാങ്ങിയില്ലല്ലോ. തിരക്കല്ലേ? അപ്പോൾ ഇനി ഏത് കടയിൽ നിന്നാണ് വാങ്ങിക്കുക? കോടഞ്ചേരിയില്ല. നല്ല വെയില്. ചുമ്മാ ഇതേപോലത്തെ വീടാണ് നമുക്ക് ഉണ്ടാക്കണ്ടേ. എങ്ങനത്തെ? ഈ വീടാ? നമുക്ക് മേലെ ഉണ്ടാക്കാട്ടാ. ഇതൊക്കെ അച്ചു ഇങ്ങോട്ട് വന്ന് ഒരു സാധനം കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. അതല്ല അതല്ല, ഇത് നോക്കിട്ടോ. ഈ ഇലക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ വാടി വാടിയില്ലേ? ഇത് ഞങ്ങൾക്കില്ല ഈ നെയ്സ പഠിപ്പിച്ചെന്നുണ്ട്. ഈ ഇല നെയ്സാൻ്റെ ഉണ്ട്. തൊട്ടാവാടി. ആ കൊമ്പടക്കം വാടിപ്പോയി. എന്താണ് നിങ്ങളെന്താ ഇവിടെ ഇരിക്കണേ? എന്തെങ്കിലും ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടേ ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇരിക്കാൻ പറഞ്ഞത്. ഞാൻ പോവാ. നീക്കടാ. ഇനി കുറച്ച് വീഡിയോ കൂടി അവിടെ വെക്കാമല്ലോ. ഒരു സൈഡ് അവിടെ അവിടെ നിൽക്കടാമല്ലോ. അതെടുത്തോ, സിപ്പപ്പ് എടുത്തോ. വാ, മേലാക്കല്ലേ. നടക്ക് നടക്ക്. ഇങ്ങോട്ടോ. അതെന്നാ ഇതിനെ വാങ്ങിച്ചേ? ചോയൊക്കെ ഉണ്ടാവും. ഒരുപാട് സിപ്പപ്പ് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എന്ത് ടേസ്റ്റാ? ചക്ക ചീഞ്ഞതാ? എങ്ങനെ ഉണ്ടാവില്ല സിപ്പപ്പ്? നോക്കട്ടെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു രൂപയുടെ സിപ്പല്ലേ? ടോണിക്ക് അപ്പൊ അച്ഛനും കൊടുത്തോട്ടാ. അമൽശാനെ മുതലാക്കിയല്ലേ? എല്ലാം വാങ്ങിച്ചു. പിന്നെ അച്ഛന് ഇനി പൈസ ഉണ്ട്.
അച്ഛനിങ്ങി പോകുമ്പോ വാങ്ങിച്ചു തരാം കേട്ടാ. എനിക്ക് ജ്യൂസും സിപ്പപ്പും ലേസും ഒക്കെ വാങ്ങിച്ചില്ലേ? അവളെ ആകെ 4 ഉറുപ്പ്യൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ ഒക്കെ വില കൂടിയ സാധനങ്ങളാ വാങ്ങിച്ച 10 രൂപ 5 രൂപ. അവളെ ആകെ 4 രൂപ ഒക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. എന്ത് മുട്ടിച്ചില്ല? എന്ത് മുട്ടിച്ചില്ല? ബുദ്ധിമുട്ടിക്കേ ബുദ്ധിമുട്ടിക്കേ. ലൈസിന്നും കൊടുക്കും. അച്ചുവാ മിഠായി തിന്നു. ഏത് ഏത് മിഠായി? പൊടിയാ? ഈ എണ്ടക്കാപ്പൊടി. അതാ എനിക്ക് എരിയുന്നുണ്ട്. ഇപ്പം പൈസ കൂടി ലൈസ് നോക്കി പറഞ്ഞിട്ട് എനിക്ക് എരിയുണ്ട്. അത്ര കഴിഞ്ഞാ കഴിച്ചു. ലിപ്സ്റ്റിക് ഒക്കെ പോയി. എന്നാ പോവാ. ആ ഫോട്ടോ എടുക്കാം. എനിക്ക് പറ്റുന്ന ആകെ ഒരു പണി എന്താ? മരം കയറ അല്ലേ? മരം കയറൽ മാത്രമല്ല എനിക്ക് അറിയണ പണി. ഇങ്ങോട്ട് ഇറങ്ങ്. അവരൊന്ന് ചീത്ത കേൾക്കൊണ്ട് വാ. പൂരാവാനായിട്ടാ അമ്പലത്തില്. അമ്മലൂന് വയ്യല്ലേ ജ്യൂസൊക്കെ കുടിച്ചിട്ട്. എവിടാ പാമ്പ് ചത്തത്? പനയുടെ ഇത്. അത് പനയാണ്, പാമ്പല്ല. എടുത്തോണ്ടയാ? എന്തിനാ? കറി വെക്കാനാ? കുഴിച്ചിട്ടാ? പാമ്പിനെ കറി വെക്കും. ചൈനക്കാരൊക്കെ വെക്കും. ഇല്ല, പാമ്പിനെ എങ്ങനെ കൊല്ലുക? പാമ്പിനെ ഒരു വടി എടുത്ത് അടിച്ചാ മതി. കൊത്തും. കൊത്താതെ പിടിക്കണം. ചൈനക്കാർക്കല്ല, നമുക്കും അറിയാം. നമുക്കൊരു പാമ്പിനെ പിടിച്ചിട്ട് കറി വെക്കാട്ടാ. തവളനെ കൊത്താൻ പാമ്പിനെ മേത്തക്കില്ലേ അത് ഇതായിട്ട് അടിക്കാ. ഇരുമ്പിന്റെ വടി കിട്ടി അടിക്കല്ലേ? പാമ്പിനെ പിടിക്കാ. കൂട്ടണതായിരിക്കും. കൊറേ ഉണ്ടല്ലോ അല്ലേ? കൊറേ ഒക്കെ ഉണ്ടല്ലോ. അവിടെ കൂട്ടല്ലേ? അപ്പൊ ചെറു പ്രാണികളെ തിന്നാൻ വന്നതാ. കൊറേ ഉണ്ടല്ലോടാ കൊക്ക്. നടക്കും.